പോയിക്കോളെ ആ വരുന്നേ കറക്റ്റ് പേഷ്യൻസ് ഒക്കെ വരുന്ന നേരം അവിടെ. ആ നിലമ്പൂർ മാരിയമ്മൻ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ഭ്രമണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. ശനിയാഴ്ച വൈകുന്നേരം 3:30-യോടെയാണ് ആന ഇടഞ്ഞത്. എഴുന്നള്ളിപ്പിനായി രാവിലെയാണ് ആനയെ ലോറിയിൽ കൊണ്ടുവന്നത്. നഗരമധ്യത്തിലുള്ള ലക്ഷ്മി ഗാർഡന് സമീപം കേശവദാസ് എന്നയാളുടെ പറമ്പിൽ കയറിൽ ആനയെ മരത്തിൽ കെട്ടിയിരുന്നു. എഴുന്നള്ളത്തിന് ഒരുക്കുന്നതിനായി 3:30-യോടെ പാപ്പാന്മാർ കയർ അഴിക്കുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. കയർ പൊട്ടിച്ച് പാപ്പാന്മാർക്ക് നേരെ പാഞ്ഞെടുത്തു. ഇവർ തലനാരിഴക്ക് ഓടി രക്ഷപ്പെട്ടു. വളപ്പിന്റെ മതിൽ തകർത്ത് ലക്ഷ്മി ഗാർഡൻസ് റോഡിലേക്കിറങ്ങിയ ആന സമീപത്തെ വീടിന്റെ ഗേറ്റ് തകർത്തു. റോഡിലൂടെ സ്കൂട്ടറിൽ വരികയായിരുന്ന കോലോത്തുമുറിയിലെ ജിതേഷ് ആനയെ കണ്ടതോടെ സ്കൂട്ടർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. കലിപൂണ്ട ആന സ്കൂട്ടർ ചവിട്ടിയും എടുത്തെറിഞ്ഞും തകർത്തു. പണം ഞങ്ങൾ തരും. 200 മീറ്ററോളം ആന കളത്തിൻകടവ് റോഡിലൂടെ പരാക്രമം കാണിച്ചു. പരിഭ്രാന്തിയിലായ ആളുകൾ ചിതറിയോടി. ഡോക്ടർമാർ ക്ലിനിക് നടത്തുന്ന ആൾത്തിരക്കുള്ള നിരത്താണിത്. പരിശോധനയ്ക്കെത്തിയ രോഗികളും സഹായികളും ഉൾപ്പെടെ ക്ലിനിക്കുകളിൽ ഉണ്ടായിരുന്നു. കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് കയറിയാണ് ഇവർ രക്ഷപ്പെട്ടത്. വിവരം അറിഞ്ഞ ഉടനെ നിലമ്പൂർ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിൻ്റെ നേതൃത്വത്തിൽ പോലീസും വനപാലകരും റാപ്പിഡ് റെസ്പോൺസ് ടീമും ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തെത്തി. റോഡിൽ നിന്നും ആളുകളെ മാറ്റി. യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. 4:30-യോടെ പാപ്പാന്മാർ ഏറെ പരിശ്രമിച്ച് ആനയെ സ്വകാര്യ പറമ്പിലെ മരത്തിൽ നീണ്ട കയറിൽ കെട്ടി. അല്പനേരത്തിന് ശേഷം കയർ പൊട്ടിച്ച ആന വീണ്ടും പരിഭ്രാന്തി പരത്തി. സ്വകാര്യ പറമ്പിൽ നിന്നും റോഡിലേക്കിറങ്ങാതെ പാപ്പാന്മാരും പോലീസും RRTയും ചേർന്ന് നീളത്തിലുള്ള കയറിൽ ആനയെ മരത്തിൽ ചുറ്റി തടഞ്ഞു നിർത്തി. ഇതിൽ വിജയം കണ്ടു. പറമ്പിലൂടെ ആന വിറളിയെടുത്ത് പരാക്രമം കാണിച്ചു. 5:45-ഓടെ തൃശൂർ കുന്നംകുളത്തു നിന്നും എലിഫന്റ് സ്ക്വാഡ് എത്തി. പാപ്പാന്മാരുടെ സഹായത്തോടെ 6:15-ഓടെ ആനയെ ചങ്ങലയിൽ തളച്ച് മരത്തിൽ കെട്ടി. ആന ശാന്തനായതോടെ 7:30-ന് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. 4 മണിക്കൂർ നേരമാണ് ആന നാടിനെ ഭീതിയിലാഴ്ത്തിയത്. ഭാഗ്യം കൊണ്ടാണ് ജീവഭായമില്ലാതെ ആളുകൾ രക്ഷപ്പെട്ടത്. ഗോവിന്ദൻകുട്ടി എന്ന ആന വളരെ ശാന്ത സ്വഭാവക്കാരനാണെന്ന് പാപ്പാന്മാർ പറയുന്നു. മിക്ക എഴുന്നള്ളിപ്പിനും ഗോവിന്ദനെ കൊണ്ടുപോകാറുണ്ട്. ഇതുവരെ ആന പരാക്രമം കാണിക്കുകയോ ഇടയുകയോ ചെയ്തിട്ടില്ലെന്ന് പാപ്പാന്മാർ പറയുന്നു. ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോകാൻ നോക്കട്ടെ. ആനറിയുമ്പോഴേക്ക് എത്തും. എവിടെ അങ്ങോട്ട് കയറിയോ? ഹലോ അടക്കി പോണോക്കി പോയിക്കോളെ ആ വരുന്നേ കറക്റ്റ് പേഷ്യൻസ് ഒക്കെ വരുന്ന നേരം അവിടെ. ആ അവിടെ കൊടുത്തുണ്ട് അടച്ചറപ്പേ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.